ഹലോ, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ്. ഇപ്പോൾ കുറേ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ എപ്പോഴും ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷേ മടിയും തിരക്കെന്ന് പറയാൻ ഭയങ്കര തിരക്കല്ല, എന്നാലും ഓരോ ദിവസത്തിൽ ഓരോ കാര്യങ്ങളായിട്ട് പോകുമല്ലേ. ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ ലൈറ്റ് ഉണ്ടാവില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളായിട്ട് വീഡിയോ ഭയങ്കര ലാഗായിട്ടാണ് വീഡിയോ ഇടുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഞാൻ കഴിഞ്ഞൊരു 1 മന്തായിട്ട് ഓർഡർ ചെയ്ത കുറേ ഐറ്റംസ്, കുറേ ഇല്ല കുറച്ച് ഐറ്റംസ് ഞാനിങ്ങനെ അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ അത് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചാണ്, പക്ഷെ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ്. ഈ ഒരു ടിപ്സി ബ്യൂട്ടിൻ്റെ കൺസീലറാണ്. ഇത് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഷെയ്ഡിനെക്കാട്ടും എനിക്ക് തോന്നുന്നു 2 ടൈംസ് ലൈറ്ററായിട്ടാണ് ഈ ഷെയ്ഡ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇതും ഞാനായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിന് റേറ്റ് വന്നിട്ട് 1200 ആണ്. എനിക്ക് ഫസ്റ്റ് ടൈം പർച്ചേസ് ആയതുകൊണ്ട് 900 സംതിങ്ങിന് എങ്ങനെയാണ് കിട്ടിയത്. പക്ഷേ ഇത് നല്ല കവറേജും കാര്യങ്ങളൊക്കെയാണ്. റിട്ടേൺ പോളിസി നോക്കിയപ്പോൾ റിട്ടേണും ഒന്നും അതിൽ കണ്ടില്ല. സോ ഞാൻ നേരെ പോയിട്ട് നൈക്കയിൽ പോയിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് കൂടി വാങ്ങി, കെ ബ്യൂട്ടിൻ്റെ ഡാർക്ക് ഷെയ്ഡ് വാങ്ങി. സോ ഈ ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിയപ്പം ഇതിൻ്റെ ഷെയ്ഡ് ഏകദേശം കിട്ടി. അങ്ങനെ ഞാൻ ഇത് രണ്ടും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന ടൈമിൽ ഷെയ്ഡ് നല്ലോണം ശ്രദ്ധിക്കുക. ഞാൻ ഇതേപോലെ തന്നെ സ്വിസ് ബ്യൂട്ടിൻ്റെ കൺസീലർ വാങ്ങിയിട്ട് ഷെയ്ഡ് മാറിപ്പോയി. പിന്നെ ഈ ഒരു സാധനം ഇവരുടെ തന്നെ ഷെയ്ഡ് ലിഫ്റ്ററാണ്. അതായത് എനിക്ക് തോന്നുന്നു പി എച്ച് ലിപ് ബാം ഒക്കെ അല്ലേ, അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു സാധനമാണ്. ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. ഇതിൻ്റെ ഒപ്പം ഫ്രീ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ഇനി അടുത്തത് ഇത് മാർസിൻ്റെ ഇത് പ്രൊമോഷനാണ് കേട്ടോ. പക്ഷേ ഇതിലെ ഐറ്റംസ് വളരെ നല്ലതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്. അതിലേക്ക് പ്രൊമോഷൻ വന്ന ബോക്സാണ്. ഫസ്റ്റ് വന്നിട്ട് ഒരു മിററാണ്. സെക്കൻഡ് വന്നിട്ട് ഇവരെ മാർസിൻ്റെ തന്നെ ഐ ലവ് മൾട്ടി പോർട്സ്. ഇത് ഐബ്രോ എഴുതുന്നതാണ്, ഐബ്രോൻ്റെതാണ്. ഇത് ഞാൻ ചൂസ് ചെയ്ത ഷെയ്ഡ് വന്നിട്ട് ബ്രൗൺ ആണ്. ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല. ഇത് അവരെ ഓൾ ഇൻ വൺ പാലറ്റാണ്. ഇതിൽ വന്നിട്ട് കൺസീലർ, ലിപ്സ്റ്റിക്ക്, ബ്ലഷ്, അങ്ങനത്തെ എല്ലാ സാധനവും ഇതിനകത്തുണ്ട്. അതാണ് വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് ഒരു സാൻഡ് ഡ്യൂൺസ് പറഞ്ഞിട്ടുള്ളൊരു കാജലാണ്. ഷെയ്ഡ് വന്നിട്ട് ബീച്ച് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വേറെ ഒന്ന് എൻ്റെ അടുത്തുണ്ട്. സോ ഇതും ഞാൻ എന്തായാലും മേക്കപ്പ് വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ യൂസിങ് എന്താണെന്ന് കാണിച്ചു തരാം. അതേപോലെ തന്നെ മസ്കാര, നല്ല മസ്കാരാണ്. മുന്നേ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ പോകണ മാതിരിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാഷ് നല്ല വോളിയം ആവും. പിന്നെ വന്നിട്ട് ഒരു ലിപ് ഷെയ്ഡാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കി. ഷെയ്ഡ് നമ്പർ വന്നിട്ട് 01 ക്ലോസ് അപ്പ്. ഞാൻ യൂഷ്വലി ഈ ഷെയ്ഡ് യൂസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ അങ്ങോട്ട് ചേരുന്നില്ല. പക്ഷേ കുഴപ്പമില്ല. ഇത് ഫൗണ്ടേഷൻ്റെ ഷെയ്ഡൊക്കെ ഞാൻ തന്നെയാണ് ചൂസ് ചെയ്തത്. എഗെയിൻ ഇത് ലൈറ്റ് ഷെയ്ഡാണ്. ഇത് കണ്ടോ, എൻ്റെ ഫേസുമായിട്ട് എനിക്ക് തോന്നുന്നു നല്ല ലൈറ്റാണ്. സോ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നൈക്കയിൽ ഒരു ഷെയ്ഡും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്, ഡാർക്കർ ഷെയ്ഡ്. സോ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യണം. അടുത്തത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിൻ്റെ കുറച്ച് ഐറ്റംസ് ആണ്. ഓക്കെ, ഇതൊന്നും പ്രൊമോഷൻ അല്ല കേട്ടോ, ഞാൻ വാങ്ങിയതാണ്. മാർസിൻ്റെ മാത്രമേ പ്രൊമോഷൻ ഉള്ളൂ. ഫസ്റ്റ് ഐറ്റം വന്നിട്ട് മേക്കപ്പ് റിമൂവർ പാഡ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 149 ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഏതിൻ്റെങ്കിലും ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഞാൻ ഹൈലൈറ്റ്സിൽ കൊടുക്കാം. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെ എനിക്കറിയില്ല എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഞാൻ എന്തായാലും നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഏതിൻ്റെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ഇത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിൻ്റെ തന്നെ കൺസീലറാണ്. എഗെയിൻ ഇതെനിക്ക് നല്ല ലൈറ്റാണ്, അത്യാവശ്യം നല്ല ലൈറ്റ്. കളിപ്പോയി കൺസീലറാണ്.
ഓക്കെ, അടുത്തത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടീൻ്റെ ബ്ലഷാണ്. ഇത് അത്യാവശ്യം നല്ല അടിപൊളി ബ്ലഷാണ്. കെ ബ്യൂട്ടീൻ്റെ ഡ്യൂപ്പൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ലോണം ബ്ലെൻഡ് ആവുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് കൺസീലറിൻ്റെ റേറ്റ് വന്നിട്ട് 249 ആണ് റേറ്റ് വരുന്നത്. അതേപോലെ ബ്ലഷ് ഞാൻ എടുത്ത ഷെയ്ഡ് ആണല്ലോ അല്ലേ, 01 റോസി ചീക്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. റേറ്റ് വന്നിട്ട് റേറ്റ് പറഞ്ഞല്ലോ അല്ലേ, 299 ആണ് റേറ്റ്, ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ സ്വിസ് ബ്യൂട്ടീൻ്റെ തന്നെ ഐ സിറം പാച്ചാണ്. ഇത് ഞാൻ കുറേ ആൾക്കാരെടുത്ത് റിവ്യൂ കേട്ടിട്ട് വാങ്ങിയതാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഞാൻ പറയാം നല്ലതാണോ അല്ലേന്ന്. ഇതുവരെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. എഗെയിൻ വന്നിട്ടൊരു ബ്ലഷാണ്, ഷെയ്ഡ് ആപ്പിൾ P03. റേറ്റ് വന്നിട്ട് 299. ഇതിൻ്റെ പാക്കേജ് ഒന്ന് നോക്കി നിങ്ങൾ, അടിപൊളിയാണ്. ഈ ഷെയ്ഡ് ഞാൻ നോക്കിയിട്ടില്ല, പക്ഷേ ഭയങ്കര സ്റ്റാൻഡേർഡാണ്. ഒരു ക്രീമി ടെക്സ്ചറാണ് ഇതിന് വരുന്നത്. ഞാൻ ഇത് ഓർഡർ ചെയ്തത് സ്വിസ് ബ്യൂട്ടീൻ്റെ സൈറ്റിൽ നിന്നാണ്. സോ വേണമെന്നുണ്ടെങ്കിൽ സൈറ്റിൽ പോയാൽ മേ ബി ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് അറിയില്ല മൊത്തം, കാരണം ഞാൻ 2 പ്രാവശ്യമായിട്ട് ഓർഡർ ചെയ്ത ഐറ്റംസ് ആണ്. ഇപ്പം മൊത്തം റേറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. അതാണ് ഞാൻ ഓരോന്നിൻ്റെ റേറ്റ് പറയുന്നത്. പിന്നെ അടുത്തത് സ്വിസ് ബ്യൂട്ടീൻ്റെ തന്നെ ഐ ഷാഡോ പാലറ്റാണ്. പാക്കേജ് ഒരു രക്ഷയില്ല കേട്ടോ. പിഗ്മെൻറ്റേഷൻ എനിക്ക് അറിയില്ല, നോക്കിയിട്ട് കാണിച്ചു തരാം. അടിപൊളി പിഗ്മെൻറ്റേഷനും നല്ല അടിപൊളിയാണ്. ലൈറ്റ് ഷെയ്ഡാണ് വാങ്ങിയത്. ആവശ്യം വന്നാലോ എന്ന് കരുതി വാങ്ങിയതാണ്, പക്ഷെ ഒരു രക്ഷയില്ല പാക്കേജിങ്. ഇനി അടുത്തത് വന്നിട്ട് മിന്ത്രയെന്നാണെന്ന് തോന്നുന്നു. അതെ, മിന്ത്രയെന്നാണ് തോന്നുന്നുണ്ട്. മിന്ത്രയെന്നാണ്, പക്ഷെ മിന്ത്രയൊക്കെ ഞാൻ വാങ്ങിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഈ രാത്രി 1 മണിക്കും 2 മണിക്കും 3 മണിക്കൊക്കെയാണ് ഞാൻ ഈ സാധനങ്ങൾ മൊത്തം വാങ്ങിയത്. രാവിലെ ഓർഡർ ചെയ്ത ഒരൊറ്റ സാധനവും എൻ്റെ കയ്യിലില്ല. സോ അതാണ്. ഇത് വന്നിട്ടൊരു ബ്ലഷാണ്. ഞാനിത് ഓപ്പൺ ആക്കി ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് പാക്കൊക്കെ അങ്ങനെ പൊളിഞ്ഞെടുക്കുന്നത്. എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഒരു മിനിറ്റ്, എനിക്കിപ്പോഴൊരു കാര്യം ഓർമ്മയത്. ഈ ഐ ഷാഡോ പാലറ്റിൻ്റെ റേറ്റ് വന്നിട്ട് 229 ആണ്. ഈ പ്രൈസിൽ ഇത് ഭയങ്കര വേർത്താണ്. സോ ഗോ ഫോർ ഇറ്റ്. സോറി, എനിക്ക് മറവില്ലോണ്ട് മറന്നു പോണതാണ്. ആൻഡ് ഈ ഒരു ബ്ലഷ് തീരെ ബ്ലെൻഡ് ആവുന്നില്ല. നോക്കി നോക്കാം, ഞാൻ പെട്ടെന്ന് നോക്കിയതിൻ്റെ ഒരു പ്രശ്നമാണോ എന്നറിയില്ല. നമുക്കിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ബ്ലെൻഡ് ആവുണ്ടല്ലോ. ഒരു മിനിറ്റ്, സോറി ഗൈസ്, ഞാൻ പറഞ്ഞത് ഞാൻ തിരിച്ചെടുത്തു. ഇത് ബ്ലെൻഡ് ആവുന്നുണ്ട്. ഇന്നലെ നോക്കിയപ്പോൾ ബ്ലെൻഡ് ആവില്ലേ. ഇതിപ്പോൾ എൻ്റെ മുഖത്തിൻ്റെ പ്രശ്നമായിരിക്കും. സോറി, നല്ല പോലെ ഇത് ബ്ലെൻഡ് ആവുന്നുണ്ട്. ഇത് വാങ്ങിക്കോളി. എന്നാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇത് ചീക്ക് സ്റ്റെയിൻ മോസ് ബ്ലഷ് മാറ്റ് ലുക്കിൻ്റെ മോസ് ബ്ലഷാണ്. റേറ്റ് വന്നിട്ട് 329. ഇത് ഇന്നലെ വന്നിട്ട് 342 ആണ് റേറ്റ് വരുന്നത്. ഓക്കെ, നല്ല ബ്ലഷാണ്. വാങ്ങിക്കോ. ഓക്കെ, മിന്ത്ര. നേരത്തെ സാധനം വന്നിട്ട് എനിക്ക് ജേണലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മീഷോന്ന് ഓർഡർ ചെയ്തതാണ്. സംഭവം വന്നിട്ട് 4 പെൻസാണ്. ഇതിൻ്റെ ഒരു കോഫി കൈൻഡ് ഓഫ് സംഭവം, ഒരു കോഫി തീമിലുള്ള 5 പെൻസാണ്. റേറ്റ് വന്നിട്ട്, പിന്നെ അത് ബ്ലൂ കളറാണ്, ജെല്ലാണ്, 0.5 mm വരുന്ന പെൻസാണ്. അടുത്തത് വന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ ഞാൻ എന്തൊക്കെയോ കാട്ടിക്കുട്ടി വെച്ചിട്ടുണ്ട്. മീഷോന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് വൈറ്റ്നർ ടാപ്പാണിത്. ഒന്ന് ഞാൻ യൂസ് ചെയ്ത് നോക്കി, പക്ഷേ ഇത് ഭയങ്കര ലോ ക്വാളിറ്റി ആണ്. ഇതിന് റേറ്റ് വന്നിട്ട് 200 സംതിങ് ആണോ 190 ആ ഒരു റേറ്റ് ആയിട്ടുണ്ട് 2 എണ്ണത്തിന്. അപ്പോൾ അടുത്തത് വന്നിട്ട്
റെനേൻ്റെ ബ്ലഷാണ്. വലിയ ബോക്സ് ഉണ്ട്. ഇതാണ് റെനേൻ്റെ വന്നിട്ട്. ഇത് ഫസ്റ്റ് വന്നിട്ട് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, സെക്കൻഡ് വന്നിട്ട് എഗെയിൻ കുറച്ച് ഡാർക്ക് പിങ്ക് ഷെയ്ഡ്. 3 ഷെയ്ഡ്സാണ് വരുന്നത്. തേർഡ് വന്നിട്ടൊരു റെഡ് ഷെയ്ഡാണ്. സോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 650 ആണ്. എനിക്ക് കിട്ടിയത് 598 സംതിങ്ങിനാണ് എനിക്ക് കിട്ടിയത്. വിത്ത് കൊറിയർ ചാർജാണ്, ഫ്രീ ഷിപ്പിംഗ് ആണെന്ന് തോന്നുന്നു. 598 എങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. ബ്ലഷാണ്. ഞാൻ ഷെയ്ഡൊന്നും അത്യാവശ്യം കുഴപ്പമില്ല. ലിപ്പ് ആൻഡ് ചീക്കാണെന്ന് തോന്നുന്നുണ്ടേ, നോക്കട്ടെ. ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. സോറി, ബ്ലഷല്ല, ലിപ്പ് ആൻഡ് ചീക്കിൻ്റെ ടിൻ്റാണ് വരുന്നത്. സോ വേണമെന്നുണ്ടെങ്കിൽ റെനീൻ്റെ സൈറ്റിൽ കയറിയാൽ മതി. നൈക്കയിൽ അവൈലബിൾ ആവും, ആമസോണിൽ അവൈലബിൾ ആവും, അല്ലെങ്കിൽ സൈറ്റിലും അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് നൈക്കയെന്നാണ്. നൈക്കയിൽ നിന്ന് ഭയങ്കര റിവ്യൂ കേട്ട് വാങ്ങിയിട്ടുള്ള മസ്കാര ആണ്. ഇത് ലോറിയൽ പാരീസിൻ്റെ മസ്കാര ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 999 ആണ് റേറ്റ് വരുന്നത്. സോ പാക്കേജൊക്കെ ഭയങ്കര ലക്ഷറി ആയിട്ടാണ്, കാണാൻ നല്ല അടിപൊളിയുണ്ട്. മെയിനായിട്ട് ഞാൻ പാക്കേജ് കണ്ടിട്ടാണ് വാങ്ങിയത്. ഇതിൻ്റെ റിവ്യൂ ഞാൻ എന്തായാലും ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യാം. സോ പക്ഷേ അടിപൊളി പാക്കേജിങ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടുത്തത് വന്നിട്ട് പിന്നെ ഇത് നല്ലോണം നോക്കിക്കോളൂ. ഇത് ഇൻസ്റ്റഗ്രാമിലേതോ ഒരു പേജിലെ സൈറ്റിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഓർഡർ ചെയ്യുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായി. ഈ മൊത്തം പ്രൊഡക്റ്റിന് വരുന്ന എനിക്ക് ഇൻക്ലൂഡ് ഷിപ്പിംഗ് 1008 ആണ് എനിക്ക് റേറ്റ് വന്നിട്ടുള്ളത്. സോ എനിക്ക് വേർത്തായിട്ട് തോന്നി. എന്തായാലും ഐറ്റംസ് കാണിച്ചു തരാം. എഗെയിൻ ഇത് മീഷോന്നാണ്, ഈ ബോക്സിലായിപ്പോയതാണ്. ഹൈലൈറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ ഷെയ്ഡ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കാണാൻ മതി. ഇത് ജേണലൊക്കെ എഴുതുന്ന ആൾക്കാർക്കാണ് മെയിനായിട്ട് യൂസ് ആവുക. കുറച്ചൊരു 5 കളേഴ്സ് വരുന്നുണ്ട്. ഇതാണ് ഈ 5 കളേഴ്സ്. സോ ഇത് ഹൈലൈറ്ററാണ്. യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അടുത്തത് ഇവരെ പ്രൊഡക്റ്റ് നോക്കാം. ഇത് വന്നിട്ട് പെൻ ഹോൾഡറാണ്. ഇവിടെ പെന്നൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സംഭവം. ഫസ്റ്റ് വൺ എഗെയിൻ വന്നിട്ടൊരു ലൈറ്റാണ്. ഇതിൽ ബാറ്ററി ഇട്ടിട്ട് യൂസ് ചെയ്യണം. സോ ഈ ഒരു ലൈറ്റ്. അടുത്തത് വന്നിട്ട് ഈ ബ്ലഷാണ്. ബ്ലഷല്ല, ബഡ്സ്. ഇത് കോട്ടൺ ബഡ്സാണ്. ഓക്കെ, ഇങ്ങനെ 3 കളേഴ്സിൽ വരുന്ന ബഡ്സ്. പിന്നെ വന്നിട്ട് ഈ ഒരു ഗ്ലാസ്സൊക്കെ ഇട്ടേക്കാൻ പറ്റിയൊരു ബോക്സ്. ഓക്കെ, അടുത്തത് വന്നിട്ട് ഇങ്ങനത്തെ ഒരു പേപ്പർ ക്ലിപ്സ് അല്ല, ഫോട്ടോസൊക്കെ ക്ലിപ്സ് ചെയ്യാൻ പറ്റിയൊരു ക്ലിപ്സ്. ഇത് ഞാൻ ചൂസ് ചെയ്തതല്ല, പക്ഷെ വന്നത് ഇതാണ്. അതിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് റാൻഡം കളർ നോക്കാം. ഇത് വന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട്, മനസ്സിലായില്ലേ? ഒരു ഇവിടെയൊക്കെ നമുക്ക് പോക്കറ്റ്സിലൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം. അങ്ങനെ 3 ഇത് വരുന്ന ഒരു ഐറ്റം. പിന്നെ വന്നിട്ടുള്ള മെയിൻ സാധനം ബ്രഷ് ഹോൾഡറാണ്. ഇതിൻ്റെ 3 എണ്ണം ബ്രഷ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടിട്ടാണ് ഞാൻ ഈ സൈറ്റിൽ കയറിയത് തന്നെ. കാരണം ബാത്റൂമിൽ ബ്ലഷ്, എനിക്ക് ബ്രഷൊക്കെ വെക്കുന്ന ടൈമിൽ ജേംസ് വരാതെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ബ്രഷ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് ഇതിൽ വെച്ചാൽ മതിയാകും. പക്ഷെ ഇതിന് ഹോൾസ് ഉണ്ട്. ഈ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടി കയറൂലേ? അപ്പം അതിനു വേണ്ടി വാങ്ങിയതാണ്. ഈ ഹോൾസ് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്.
എന്തായാലും വേണ്ടില്ല, ട്രാവൽ ചെയ്യുന്ന ടൈമിൽ ബ്രഷൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ വാങ്ങിയത്. ഇത്രയും അല്ല ആക്ച്വലി, ഇനിയും കുറച്ച് ഐറ്റംസ് കൂടി വരാനുണ്ട്. പക്ഷേ എൻ്റെ ക്ഷമ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നു. അപ്പം ഇതേപോലത്തെ കുറേ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ആൻഡ് വീഡിയോ ലാഗ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം. ഏതിനെങ്കിലും ലിങ്ക് വേണമെങ്കിലും മെസ്സേജ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക. ഓക്കെ, അപ്പം ബൈ. സോറി റൂം ടൂർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജ് ആണ്. ഞാൻ മനഃപൂർവ്വം ചെയ്യാണ്ടിരിക്കല്ല, കുറച്ച് ഐറ്റംസും കൂടി അവിടെ ഇവിടെയൊക്കെ വാങ്ങാനും വെക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് റൂം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ബൈ.